ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫൈറ്റർ ജെറ്റ് പ്രോജക്റ്റ് ഇപ്പോൾ ഒരു സ്വകാര്യ കമ്പനിയുടെ കൈകളിലേക്ക് പോകാൻ നിൽക്കുകയാണോ? അതെ, ഇത് സാധിച്ചാൽ ഇന്ത്യയുടെ ലോക്ഹീഡ് മാർട്ടിൻ മൊമെന്റ് ഇവിടെ തുടങ്ങുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് ഫൈറ്റർ പ്രോജക്റ്റ് HAL AMCA. ഈ പ്രോജക്റ്റിന്റെ പ്രധാന കണ്ണിയായി ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് എത്താനുള്ള സാധ്യത ശക്തമാവുകയാണ്. ഇതൊരു വലിയ മാറ്റമാണ്. കാരണം ഇതുവരെ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അസംബ്ലിയിൽ ആധിപത്യമുണ്ടായിരുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനായിരുന്നു. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ ഡയറക്റ്റായി ഈ ഒരു മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതൊരു സാധാരണ മാനുഫാക്ചറർ അല്ല, ഇതാണ് മുഴുവൻ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ. എഞ്ചിൻ, റഡാർ, ഏവിയോണിക്സ്, ഇലക്ട്രോണിക് വാർഫെയർ, സോഫ്റ്റ്വെയർ ഇവയെല്ലാം ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫൈറ്റർ ജെറ്റായി മാറ്റുന്നത് ഇവരാണ്. ഇത് തന്നെയാണ് അമേരിക്കയിൽ ലോക്ഹീഡ് മാർട്ടിൻ F-35 എന്ന യുദ്ധവിമാന പ്രോഗ്രാമിൽ ചെയ്തിരിക്കുന്നത്. ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് ഇതിന് റെഡിയാണോ? പരിശോധിക്കാം. ലോക്ഹീഡ് മാർട്ടിന്റെ C-130J പാർട്ട് സപ്ലൈ, ബോയിങ് അപ്പാച്ചെ ഫ്യൂസലേജ് നിർമ്മാണം, വഡോദരയിലെ എയർബസ് C-295 അസംബ്ലി ലൈൻ, ഇതൊക്കെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇതൊരു ചെറിയ എക്സ്പീരിയൻസ് അല്ല, ഇതൊരു ഗ്ലോബൽ ലെവൽ എക്സ്പോഷർ തന്നെയാണ് ടാറ്റയ്ക്കുള്ളത്. ഇപ്പോൾ ടാറ്റ ഒരു അടുത്ത ലെവൽ ഫൈറ്റർ ജെറ്റ് ഇന്റഗ്രേഷന് വേണ്ടി തയ്യാറായിരിക്കുകയാണെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. നമ്മുടെ രാജ്യത്ത് ഒരു ചെറിയ പ്രശ്നം നമ്മൾ നേരിട്ടിരുന്നത് സിംഗിൾ പ്ലെയർ സിസ്റ്റം, അതായത് HALന്റെ ആധിപത്യം. അതുപോലെ തന്നെ വലിയ രീതിയിൽ ഡിലേകൾ ഉണ്ടായി, എഫിഷ്യൻസി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. പക്ഷേ ടാറ്റ പ്രൈം ഇന്റഗ്രേറ്റർ ആയി മാറിക്കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ കോമ്പറ്റീഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്പീഡ് വർദ്ധിക്കുകയും ഇന്നോവേഷൻ വലിയ രീതിയിൽ തന്നെ കൂടുകയും ചെയ്യും. ഇതൊരു US മോഡൽ പോലെ ലോക്ഹീഡ്, ബോയിങ്, നോർത്രോപ്പ്, ഗ്രമ്മൻ പോലെ മൾട്ടിപ്പിൾ പങ്കാളികൾ ഈ ഒരു മേഖലയിലേക്ക് കടക്കുന്നതോടൊപ്പം തന്നെ അവിടെ മത്സരം ഉടലെടുക്കും. ഈ മത്സരം കാരണം ഒരുപാട് രീതിയിലുള്ള ഗുണങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകുമെന്നതാണ്. കൃത്യസമയത്തുള്ള ഡെലിവറികൾ, അതുപോലെ തന്നെ കൃത്യമായ ഇന്നോവേഷനുകൾ ഒക്കെ ഈ ഒരു മേഖലയിൽ സംഭവിക്കും. എന്നാൽ ഇതിൽ വെല്ലുവിളികളില്ല എന്ന് ചിന്തിക്കരുത്. പ്രോട്ടോടൈപ്പ് മുതൽ പ്രൊഡക്ഷൻ വരെ വാലി ഓഫ് ഡെത്ത്, സപ്ലൈ ചെയിൻ സ്റ്റെബിലിറ്റി, സ്കിൽഡ് എഞ്ചിനീയർ ട്രെയിനിങ്, ഇതുപോലെയൊക്കെയുള്ള എഞ്ചിൻ പോലും ഇനിഷ്യലി 4 ആയിരിക്കും എന്നതാണ്. GEF 414 എന്ന എഞ്ചിൻ ആയിരിക്കും. പക്ഷേ ലോങ് ടേം ടാർഗറ്റ് വരുന്നത് 100% ഇന്ത്യൻ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 100% ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്ത് ഇന്ത്യൻ പാർട്സുകൾ മാത്രം അസംബിൾ ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റ്. ടാറ്റ ഈ ഒരു പ്രോജക്റ്റ് നേടുകയാണെങ്കിൽ ഇതൊരു കോൺട്രാക്ട് മാത്രമായിരിക്കില്ല, ഇന്ത്യയുടെ പ്രൈവറ്റ് എയറോസ്പേസ് മേഖലയിലെ ഒരു വലിയ വിപ്ലവം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ഫ്രം സപ്ലയർ ടു സിസ്റ്റം ബിൽഡർ എന്നതിലേക്ക് കുതിക്കും. ഇന്ത്യയുടെ ഫ്യൂച്ചർ ഫൈറ്റർ ജെറ്റ് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ കൈകളിൽ എത്താനിരിക്കുകയാണ്. എന്തായാലും രാജ്യമുയർച്ചയുടെ കൊടുമുടി കയറുമ്പോൾ രാജ്യസ്നേഹികൾ അഭിമാനത്തിന്റെ നെറുകയിലാണെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും.